welcome back to my channel Shiga Craft Ideas. Today video is how to score good mark in Hindi for all students. Guys, ഇന്ന് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എനിക്ക് 10th A ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരുപാട് പേർക്ക് ഹിന്ദി ടഫ് ആണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലി എനിക്ക് അറിയാവുന്നവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന്. കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ മലയാളത്തിൻ്റെ ടിപ്സ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതെന്തായാലും കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ 4 ടിപ്സ് ആണ് ഹിന്ദി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. First one is practice PYQs. Yes guys, previous year question papers practice ചെയ്യുക. പ്രാക്ടീസ് എഴുതി കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ആക്കും എന്നാണല്ലോ പറയാറ്. സോ അതെന്തായാലും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു 3 കൊല്ലത്തെയൊക്കെ പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തവണ അതിലൊരു 50% ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. സോ നമുക്കത് എന്തായാലും ആൻസർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 99% ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ന്യൂ എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട്, 99%. സോ ഇതെന്തായാലും നല്ല ഒരു ടിപ്പാണ്. കാരണം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റഡി ഫോർമാറ്റ്സ്. യെസ് ഗൈസ്, ഈ ഹിന്ദിയിൽ ഡയറി, ലെറ്റർ, അങ്ങനെ ഒരുപാട് ഡയറിയും ലെറ്റർ നമുക്ക് പഠിക്കാനുണ്ടാവും. സോ ഈ ഒരു ഡയറിയുടെയും ലെറ്ററിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. 4 മാർക്കായിരിക്കും ഡയറി, ലെറ്ററിനൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ ഫോർമാറ്റിന് തന്നെ നമുക്കൊരു 2 മാർക്ക് കിട്ടും. ഈ ഒരു ഈ ഡയറി, ലെറ്റർ അതൊന്നും കാണാപ്പാഠം പഠിച്ചു പോകണമെന്നില്ല. അപ്പോൾ പഠിച്ച് പോവേണ്ടവർക്ക് പോവാം, പക്ഷേ കാണാപ്പാഠം പഠിക്കാതെയും നമുക്ക് 4 മാർക്ക് കിട്ടും. ഞാൻ അങ്ങനെ എല്ലാവരും കാണാപ്പാഠം പഠിച്ചിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതായത് ലെറ്ററിൻ്റെയും ഡയറിയുടെയും ഫോർമാറ്റ് പഠിക്കും. അതായത് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളും, ലെറ്ററിലാണെങ്കിൽ സുഖമാണോ അങ്ങനത്തെ ഹിന്ദിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ലാസ്റ്റ് എഴുതേണ്ട കാര്യങ്ങളും നമ്മൾ പഠിക്കും. സെൻറ്ററിലുള്ളത് നമ്മൾ പഠിക്കത്തില്ല. അതേപോലെ തന്നെ സെൻറ്ററിലുള്ളത് പഠിക്കുക പറഞ്ഞാൽ എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സെൻറ്ററിലുള്ളത് പഠിക്കത്തില്ല. അതേപോലെ തന്നെ ഡയറിയിലാണെങ്കിലും ഫസ്റ്റ് ഉള്ളതും ലാസ്റ്റ് ഉള്ളതും നമ്മൾ പഠിക്കും. അതായത് തുടക്കവും അവസാനവും. നടുവിലുള്ളത് നമ്മൾ പഠിക്കത്തില്ല. എന്നിട്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും എഴുതിയാൽ തന്നെ നമുക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ സെൻറ്ററിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്ലൂ തന്നിട്ടുണ്ടാവും. അതൊരു ഡയറി പോലെ അത് കാണിച്ച പോലെ തന്നെ എഴുതുക എന്നല്ല, അത് ഡയറി പോലെ നമുക്ക് സ്റ്റോറി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡയറി ആക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറി, ലെറ്റർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇങ്ങനെ പഠിച്ച് എഴുതിയിട്ട് എനിക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ചാപ്റ്റർ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഡയറി ആയിക്കോട്ടെ, ലെറ്റർ ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ചാപ്റ്റർ മനസ്സിലാക്കുക. ചാപ്റ്റർ അതായത് ഈ കഥ എന്താ അല്ലെങ്കിൽ കവിത എന്താ, അതിൻ്റെ തീം നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ അതായത് കഥയാണോ കവിതയാണോ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആരാണ് എഴുതിയതെന്നും മനസ്സിലാക്കണം. ഒരു കാര്യം എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് 1 or 2 മാർക്ക് കിട്ടും. സോ ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ ഈസ് റിവിഷൻ. ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ റിവിഷൻ ഈസ് മസ്റ്റ് ഗൈസ്. റിവിഷൻ എന്ന് പറയുമ്പോൾ വീക്കിലി നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക, നമ്മൾ പഠിച്ചതൊക്കെ. അഥവാ നമ്മൾ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി റിവൈസ് ചെയ്ത് പഠിക്കുക. സോ ഇത്രയുള്ള നമ്മുടെ ഈ കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും ഭയങ്കര ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.